ഇന്നലെ സംസ്ഥാന വ്യാപകമായി റെസ്റ്റോറന്റുകളിൽ നടന്ന GST പരിശോധന കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. 139.53 കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. 42 റെസ്റ്റോറന്റുകളിലാണ് പരിശോധന നടന്നത്. വിശദാംശങ്ങളുമായി അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, വലിയ രീതിയിലുള്ള കോടികളുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ റെസ്റ്റോറന്റുകളിലേക്കും ഇനി പരിശോധന തുടരാനുള്ള സാഹചര്യമുണ്ടോ? നിലവിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? റെസ്റ്റോറന്റ് മേഖലയിൽ നടക്കുന്ന വ്യാപക നികുതി വെട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ 6 മാസമായി ഈ സ്ഥാപനങ്ങളെ സംസ്ഥാന GST ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്താകെ 42 റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച ഈ പരിശോധന ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അവസാനിച്ചത്. 139.53 കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയ ഈ സ്ഥാപനങ്ങളുടെ പാർട്ണർമാരുടെയും ഉടമസ്ഥന്മാരുടെയും വീടുകളിൽ സമാന്തരമായി തന്നെ പരിശോധനയും നടത്തിയിരുന്നു. മാസങ്ങളായി ഈ റെസ്റ്റോറന്റുകളിൽ നിന്ന് രഹസ്യ നിരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായി ബില്ലുകൾ GST ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ബില്ലുകളുടെ വൻ ശേഖരം തയ്യാറാക്കിയതിനു ശേഷമാണ് പരിശോധന നടത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോകൾ ഡാറ്റ ശേഖരണത്തിന് GST വകുപ്പ് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഹോട്ടലുകളുടെ പേരിലുള്ള പല വാട്സാപ്പ് ഗ്രൂപ്പായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളായാലും നിരീക്ഷണത്തിലായിരുന്നു. പല റെസ്റ്റോറന്റുകളിലും ബില്ലുകൾ കൊടുക്കാതിരിക്കുക, സോഫ്റ്റ്വെയർ കൃത്രിമം നടത്തി വിറ്റുവരവ് കുറച്ചു കാണിക്കുക, ദിവസേന പുതിയ ബിൽ സീരീസ് ഇറക്കുക തുടങ്ങി വിവിധ തരത്തിലുള്ള വെട്ടിപ്പ് രീതികളാണ് ഈ പരിശോധനയിൽ GST വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 5 വർഷത്തെ വെട്ടിച്ച തുകയും ഇത്രയും നാളത്തെ പലിശയും അടച്ചാൽ മാത്രമേ ഈ കേസ് അവസാനിക്കൂ. അല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ വകുപ്പ് ആരംഭിക്കുകയും ചെയ്യും. ശരി അനുരാഗ്, സംസ്ഥാനത്തുടനീളമായി 42 റെസ്റ്റോറന്റുകളിൽ മാത്രം പരിശോധന നടത്തിയപ്പോൾ 139.53 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് VS അനുരാഗ് നൽകിയത്.